കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. പ്രിയമുള്ളവരെ, ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയാണ് സമാധാനം ഉണ്ടാക്കുന്നവർ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം, ദൈവമക്കളുടെ ഉത്തരവാദിത്തം സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ലോകത്തിലേക്ക് നോക്കിയാൽ, ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ എങ്ങും സമാധാനമില്ലാത്ത വ്യക്തികൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സമാധാനമില്ലാത്ത രാഷ്ട്രങ്ങൾ, അങ്ങനെ വളരെ പ്രതിസന്ധിയിലൂടെ, അസമാധാനത്തിലൂടെ, അരക്ഷിതാവസ്ഥയിലൂടെ പോകുന്ന ജനസമൂഹത്തിന് സമാധാനം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിരിക്കുക. നമ്മുടെ ഉത്തരവാദിത്തമാണ് സമാധാനം ഉണ്ടാക്കുക. സമാധാനം ഉണ്ടാക്കുന്നവർ ഏതൊരു പ്രതിസന്ധിയിലും, ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും, ചിലപ്പോൾ സഭയിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലായിരിക്കും, അവിടെ നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കും. അവിടെയൊക്കെ പ്രതിസന്ധികളുണ്ടാകാം, അസമാധാനങ്ങളുണ്ടാകാം. ആ അസമാധാനത്തിൻ്റെ നടുക്ക് കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്, എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നത് ആ അസമാധാനം വർദ്ധിപ്പിക്കാനല്ല, പകരം അവർക്ക് സമാധാനം പറയാൻ, അവർക്ക് സമാധാനം കൊടുക്കാൻ, അവർക്ക് സമാധാനം ഉണ്ടാക്കുവാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർക്ക് കർത്താവ് പറയാം, അവർക്ക് നീതി എന്ന ഫലം, നിങ്ങളുടെ ജീവിതത്തിൽ നീതി ലഭിക്കും. നിങ്ങൾ അനീതി അനുഭവിക്കേണ്ടി വരികയില്ല. നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് നീതി തരും. എവിടെയെങ്കിലും നിങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് സമാധാനം പറയാം, അവിടെയും നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരട്ടെ. അങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നീതി എന്ന ഫലം കൊയ്യും. നിങ്ങൾക്ക് ധാരാളമായി നീതി ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനീതി നിങ്ങളെ വിട്ടു മാറും. അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നവരാകാം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ നമ്മൾ സമാധാനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിത്തീരുന്നു, നമ്മൾ ദൈവ മക്കളായിത്തീരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിത്തീരാം, സമാധാനത്തെ വർദ്ധിപ്പിക്കുന്നവരായിത്തീരാം. അതിനുവേണ്ടി സമാധാന പുത്രന്മാരായി മാറാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ കർത്താവ് പ്രതിസന്ധിയുടെ നടുവിലൂടെ പോകുമ്പോൾ, കർത്താവെ അസമാധാനത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് കർത്താവ് അതിനിടയിൽ സമാധാനം വിതയ്ക്കാൻ, സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ, സമാധാനം ഉണ്ടാക്കുന്നവരായി മാറാൻ പിതാവെ അവിടെ ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നീതി അനുഭവിക്കുന്നവരായി തീരാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ദൈവമക്കളാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് അങ്ങനെ കർത്താവ് ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവർ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം, ദൈവത്തിൻ്റെ പുത്രന്മാരായി ജീവിക്കാം.